നാം മഹത്വപ്പെടുമാറാകട്ടെ. നാം ദൈവവചനത്തിൽ വായിക്കുന്ന പോലെ സങ്കീർത്തനം 118:24 വായിക്കുന്നല്ലോ, ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. ക്രൈസ്തവ ലോകം മുഴുവൻ ദുഃഖവെള്ളിയാഴ്ച ആഘോഷിക്കുമ്പോൾ വളരെയധികം സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ തന്നെ നമുക്ക് ഇത്രയും സഹോദരിമാർക്ക് കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം നൽകിയ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. നമുക്കറിയാം, നമ്മൾ പലവരും ഇങ്ങനെ ദുഃഖവെള്ളിയാഴ്ച എല്ലാം ആഘോഷിച്ചവരായിരിക്കാം. എന്നാൽ ഇന്ന് നമുക്ക് അതിൽ നിന്നെല്ലാം മാറ്റം വന്ന് ഏത് സമയത്തും നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ, നമുക്ക് പാട്ടുകൾ പാടുവാൻ, ദൈവവചനം ധ്യാനിപ്പാൻ, പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം നൽകിയ വലിയ കൃപയോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ, സ്തോത്രം ചെയ്യാം. നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് ആരംഭിക്കാം. ഇന്നത്തെ മീറ്റിംഗിന്റെ ഇത് ഓപ്പണിംഗ് പ്രയർ ചെയ്യുന്നത് സൂസമ്മാന്റിയാണ്. അതുപോലെ 2 പാട്ടുകൾ പാടുന്നത് റൂബിൾ ചേച്ചി. പിന്നീട് ദൈവവചനം നമ്മളോട് സംസാരിക്കുന്നത് ആനി ബെന്നി ആന്റിയാണ്. അതിനുശേഷം നാം ബ്രേക്ക്ഔട്ട് റൂമിൽ പോയി നമ്മുടെ വിഷയങ്ങളെല്ലാം താന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാവുന്നതാണ്. അതിനുശേഷം ക്ലോസിംഗ് പ്രയർ ചെയ്യുന്നത് പ്രസന്ന ആന്റിയാണ്. ഇങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ മീറ്റിംഗ് തുടങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ മീറ്റിംഗിന്റെ ആരംഭമായിട്ട് ഓപ്പണിംഗ് പ്രയറിനായിട്ട് സൂസമ്മാന്റിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മുടെ 152ാമത്തെ പ്രെയർ മീറ്റിംഗ് ആണ്. നമുക്കൊരു വാക്യം വായിച്ചുകൊണ്ട് തുടങ്ങാം. സങ്കീർത്തനങ്ങൾ 16:6. അളവുന്നൂൽ എനിക്ക് മനോഹര ദേശത്ത്, അതെ, എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. ഇത് ദാവീദ് എഴുതിയ ഒരു സ്വർണ്ണ ഗീതത്തിൽ നിന്നുള്ള ഒരു വാക്യമാണ്. രക്ഷിക്കപ്പെട്ടവരായ നമ്മുടെ അളവുന്നൂലും സ്വർഗീയ കനാനിലാണ് വീണിരിക്കുന്നത്. അങ്ങനെ ദൈവമക്കളായ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും അവന്റെ സന്നിധിയിൽ ഒന്നിച്ചു കൂടുവാനും ആത്മീയ വർധനവ് പ്രാപിക്കുവാനും ലഭിച്ചിരിക്കുന്ന ഈ അസുലഭ സന്ദർഭങ്ങളെ ഒന്നും നമ്മളെ വൃഥാവാക്കാതെ തക്കത്തിൽ ഉപയോഗിക്കുവാൻ ദൈവം കൃപ നൽകുമാറാകട്ടെ. നമുക്ക് ഈ മീറ്റിങ്ങിന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും സ്നേഹവാനുമായ ദൈവമേ, അങ്ങേക്ക് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ 151 മീറ്റിങ്ങുകളും ഏറ്റവും മനോഹരമായിട്ട് കർത്താവ് നടത്തി തന്നു. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇത് 152ാമത്തെ മീറ്റിംഗ് ആണ് ഇന്നത്തെ. ഇത് ഏറ്റവും അനുഗ്രഹമായി നടക്കുവാൻ സ്വർഗത്തിലെ ദൈവമേ അങ്ങ് കൃപ ചെയ്യണമേ. ഈ മീറ്റിങ്ങിൽ യാതൊരു തടസ്സങ്ങളും നെറ്റിന്റെ പ്രോബ്ലംസോ ഒന്നും ഉണ്ടാകാതെ അവിടുന്ന് കാത്തു പരിപാലിച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലീഡ് ചെയ്യുന്ന സിസ്റ്റർ ബേബാവിനെയും 2 പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം റൂബിൾ ജോബിയെയും, അതുപോലെ അനുഗ്രഹീതമായ മെസ്സേജ് നമുക്ക് നൽകിത്തരുവാൻ തക്കവണ്ണം ആനി ബെന്നിയെയും, ക്ലോസിംഗ് പ്രയർ നടത്തുന്ന പ്രസന്ന നാരായണനെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരൊക്കെയും പരിശുദ്ധാത്മ നിറവിൽ നിന്നുകൊണ്ട് ഇതൊക്കെയും ചെയ്യുവാൻ എൻ്റെ കർത്താവ് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മീറ്റിങ്ങിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. കർത്താവെ, ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പ്രെയർ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, അതുപോലെ യൂട്യൂബിൽ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആത്മീയ വർധന ഉണ്ടാകുവാൻ തക്കവണ്ണം ഇത് പ്രയോജനപ്രദമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവമേ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ ഞങ്ങളുടെ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ബിന്ദു ഷാജൻ, ഗ്ലാഡിസ്, നിർമ്മല രാജൻ, ബ്രൈറ്റ്, ഇവരെയൊക്കെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. അവരുടെ രോഗത്തിൽ നിന്ന് അവർക്ക് സൗഖ്യവും ആശ്വാസവും നൽകിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥന മീറ്റിങ്ങിൽ കർത്താവിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടിയന്റെ പ്രാർത്ഥന അവിടുന്ന് ശ്രദ്ധ വെച്ച് കേൾക്കണമേ. കർത്താവെ, അങ്ങ് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഓരോരുത്തരെയും വഴി നടത്തണമേ. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഞങ്ങൾക്കുള്ളതിനായിട്ട് സ്തോത്രം. സകലം ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയായി അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണമേ പരിശുദ്ധ പിതാവാൻ ദൈവമേ. ആമേൻ. താങ്ക് യു സൂസമ്മാന്റി. ഇനി നമുക്ക് 2 പാട്ടുകളാണ്. നമുക്ക് ഇന്ന് പാട്ട് പാടാനായിട്ട് വന്നിരിക്കുന്നത് റൂബിൾ ചേച്ചിയാണ്.
റൂബിൾ ചേച്ചിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എപ്പോ വിളിച്ചാലും റെഡി ആയിട്ടിരിക്കുകയാണ് ചേച്ചി. അപ്പോൾ ഇന്ന് പാടുവാനായിട്ട് ദൈവം കൊണ്ടുവന്നിരിക്കും. ചേച്ചിയെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. 2 പാട്ടുകൾ പാടുവാനായിട്ട് ചേച്ചി എനിക്ക് ആനന്ദമുലകിൽ എന്ന പാട്ട് നമുക്ക് ചേർന്ന് പാടാം.
യേശുവിൻ സന്നിധി ആണയുവതേ. അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാഴ്ത്തുന്നു ഞാൻ. അത്യുന്നതനേ, വാനവും ഭൂമിയും ചമച്ചവനേ, വാഴ്ത്തുന്നു ഞാൻ. അത്യുന്നതനേ, വാനവും ഭൂമിയും ചമച്ചവനേ, മഹിമയിൻ പ്രഭുതാൻ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ ദൈവം,
യേശുനാഥ നീ എന്നാശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എന്നാശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. കീർത്തിക്കും ഞാൻ എന്നീശുപരാ, കർത്തനു തുല്യനായി ആരുമില്ല. കീർത്തിക്കും ഞാൻ എന്നീശുപരാ, കർത്തനു തുല്യനായി ആരുമില്ല. മഹിമയൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവം പുകഴ്ചയും യേശുവിന്. മഹിമയൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവം പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ ദൈവം, യേശുനാഥ നീ എന്നാശ്രയം, യേശുനാഥ നീ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എന്നാശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. എൻ്റെ കോട്ടയും നീ മാത്രമേ, എൻ്റെ കോട്ടയും നീ മാത്രമേ. ആമേൻ. താങ്ക് യു ചേച്ചി. നമുക്ക് രണ്ട് അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ പാട്ടുകൾ കേൾക്കുവാൻ വലിയവനായ ദൈവം സഹായിച്ചു. നാം ആദ്യം കേട്ടതുപോലെ ഒന്നേയുള്ള എനിക്ക് ആനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. നാം അതിൽ പാടുന്നത് പോലെ മാനവും ധനം മന്നിൻ മഹിമകളൊന്നും ശാന്തിയെ നൽകാതെ ലോകത്തിൽ ഒരു സമാധാനവും ശാന്തി ഒന്നും നൽകുവാൻ കഴിയുന്നില്ല. എന്നാൽ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലാണ് നമുക്ക് സമാധാനവും ശാന്തി എല്ലാം ലഭിക്കുന്നത് എന്നുള്ള വളരെയധികം ബോധ്യമുള്ളത് കൊണ്ടാണ് നാം എല്ലാം ഇന്ന് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുവാൻ ദൈവം ഇടയാക്കിയത്. രണ്ടാമത്തെ പാട്ടിൽ പാടിയതുപോലെ വാഴ്ത്തുന്നു ഞാൻ രക്ഷകന്, കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു വലിയ ഗാനം. കാരണം യേശുനാഥ നീ എൻ ദൈവം, എന്റെ കോട്ട, എന്റെ ശൈലം, എന്റെ ആശ്രയമെല്ലാമായ നമ്മുടെ കർത്താവിനെ സ്തുതിപ്പാൻ നമുക്ക് ആ പാട്ടിലൂടെ ഇടയാക്കി തീർന്നു. മഹത്വത്തിന് യോഗ്യനായ ആ വലിയവനായ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാനും വലിയവനായ ദൈവം നമ്മെ ഇടയാക്കി അവന് കൃപയോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. പാട്ട് പാടിയ റൂബിൾ ചേച്ചിയോടുള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. തുടർന്നുള്ള സമയം നമുക്ക് 20 മിനിറ്റ് ദൈവവചനം കേൾക്കുവാനുള്ള സമയം. നമ്മളോട് ദൈവവചനം സംസാരിക്കുന്ന ആനിയാന്റിയാണ്. നമുക്ക് അതിനുശേഷമുള്ള പ്രാർത്ഥനയ്ക്ക് ധൈര്യം നൽകുന്ന ആ വചനം കേൾക്കുവാൻ നമുക്ക് ഇടയായിത്തീ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥനയോടുകൂടെ തന്നെ ആയിരിക്കാം. യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന ആ മനോഭാവത്തോടെ ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായിട്ട് ആനിയാന്റിയെ ക്ഷണിച്ചോളുന്നു. ദൈവത്തിന്റെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ മനോഹരമായ ഈ വെള്ളിയാഴ്ച ദിവസത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്ന് ക്രൈസ്തവരെല്ലാം ഈ ദിവസത്തെ ഒരു മനോഹര ദിവസമായിട്ട്, ഒരു ദുഃഖ വെള്ളിയാഴ്ചയായിട്ട് അവർ കൊണ്ടാടുമ്പോൾ ദൈവമക്കളായ നമുക്ക് എല്ലാ ദിവസവും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദിവസങ്ങളെല്ലാം മനോഹരവും അതിമനോഹരവും ആകുന്നു. അപ്പം മനോഹരമാകുന്ന ഓരോ ദിവസത്തെയും
ദൈവം നമുക്ക് തന്നിരിക്കുക ഓരോ ദിവസവും. അത് മനോഹരമാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതുകൂടെ ഇന്നത്തെ ഒരു വചനത്തിൽ കൂടി ഞാൻ ഒരു ചെറിയ ഒരു ആലോചന സഹോദരിമാരുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ സങ്കീർത്തനത്തിൽ നിന്ന് അതിൽ നിന്നും ഒരു ചെറിയ ആലോചന പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് 36-ാമത്തെ സങ്കീർത്തനത്തിൽ നിന്ന് ഞാൻ ഒരു വാക്യം വായിക്കാനായിട്ട് ആഗ്രഹിക്കാവുന്നു. 36-ാം സങ്കീർത്തനത്തിൽ നിന്നും 8-ാമത്തെ വാക്യം നമുക്ക് ആദ്യം വായിക്കാം. അതിങ്ങനെ വായിക്കുന്നു: നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു, നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. അപ്പം ഈ ആലയത്തിലെ പുഷ്ടിയെ കുറിച്ചാണ് അവരനുഭവിച്ച് എങ്ങനെ തൃപ്തിയാക്കാം എന്നുള്ളത് ഞാൻ ഇന്ന് സഹോദരിമാരുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ചെറിയ ചിന്ത. അതിന് ഞാൻ ഈ സങ്കീർത്തനം മൊത്തത്തില് ഒരു ചെറിയ ഒരു ധ്യാനത്തിലേക്ക് സഹോദരിമാരെ കടത്തി പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കാവുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വാക്യത്തിന്റെ ഉള്ളടക്കം മനസ്സിലാകുകയുള്ളൂ. അപ്പൊ 36-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് നമുക്ക് സഹോദരിമാരെ എല്ലാം ഞാൻ അതിനുവേണ്ടി ക്ഷണിക്കാവുന്നു. 36-ാമത്തെ സങ്കീർത്തനം നമുക്ക് ആദ്യം തൊട്ട് ഞാൻ വായിക്കുന്നില്ല. അത് അതാത് സമയങ്ങളിൽ ആ വാക്യങ്ങളൊക്കെ വായിച്ച് മുന്നോട്ട് പോകാൻ എന്ന് ഞാൻ ആഗ്രഹിക്കാവുന്നു. അപ്പൊ ഈ 36-ാമത്തെ സങ്കീർത്തനത്തില് നമുക്ക് പല ചിന്തകൾ അവിടെ നിന്ന് കിട്ടും. ആദ്യത്തെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങള് ദുഷ്ടന്മാരെ കുറിച്ച് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ദുഷ്ടന്മാര് ആരാ, എങ്ങനെയുള്ളതാണെന്ന് ഞാൻ കടന്നു വരാം. അത് കഴിഞ്ഞിട്ട് ഉള്ളതുകൂടെ പറഞ്ഞിട്ട് പിന്നെ 2-ാമത്തെ ചിന്ത എന്ന് പറയുന്നത് വലിയവനായ ദൈവത്തിന്റെ മഹത്വത്തെ കാണിക്കുന്ന വാക്യമാ അടുത്ത വാക്യം. 5ഉം 6ഉം വാക്യങ്ങള്. അതായത് ഇന്ന് എല്ലാവരും ദുഃഖവെള്ളിയാഴ്ച സെലിബ്രേറ്റ് ചെയ്യുക. നമ്മൾ എങ്ങനെ ഈ ഓരോ ദിവസത്തെയും നമ്മൾ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഈ വലിയവനായ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന 2 വാക്യങ്ങളാണ്. അതായത് 5ഉം 6ഉം വാക്യങ്ങള്. പിന്നെ അടുത്തത് 3-ാമത്തേത് നീതിമാൻ അല്ലെങ്കിൽ മനുഷ്യ പുത്രന്മാരെ കുറിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാ ഞാൻ വായിച്ച ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുന്നത്. നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കും. അപ്പൊ ആ വാക്യത്തിലേക്ക് കടന്നു വരുന്നതിനായിട്ട് നമുക്ക് ആദ്യം മുതലുള്ള ചില കാര്യങ്ങളെയൊക്കെ ശ്രദ്ധിക്കാം എന്നാണ് ഞാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. അവിടെ നമ്മൾ ആദ്യത്തെ ഭാഗം നമ്മൾ വായിച്ചു. ദുഷ്ടൻ തന്റെ ഹൃദയത്തിൽ പാപോപദേശമുണ്ട്. ഈ ദുഷ്ടന്മാരെന്ന് പറയുന്നതാ ദൈവമില്ലാത്ത ജനങ്ങളെയാ ദുഷ്ടന്മാരെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു കാര്യത്തിൽ ചിന്തിക്കാം, രക്ഷിക്കപ്പെടാത്ത ആൾക്കാരാ ദുഷ്ടന്മാരെന്ന് നമുക്ക് എല്ലാവർക്കും അതറിയാം. പക്ഷേ ഞാൻ ഈ സങ്കീർത്തനം പഠിച്ചപ്പോഴേ ഇവിടെ നമുക്ക് അതിന്റെ താഴെയുള്ള ഭാഗങ്ങളുമായിട്ട് ചിന്തിച്ചപ്പോഴേ എനിക്ക് ഈ ദുഷ്ടന്മാരെന്ന് ചിന്തിക്കാനായിട്ട് ഇടയാക്കിയത് നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട് ദുഷ്ടന്മാരെന്ന് പറഞ്ഞ ജഡീയന്മാര്. നമ്മുടെ സഭകളില് അല്ലെങ്കിൽ നമ്മൾ കൂടുന്ന കൂട്ടത്തില് ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും കൂടുന്ന കൂട്ടത്തില് ജഡീയന്മാരുണ്ട്. ഈ ജഡീയന്മാരെന്ന് പറഞ്ഞാല് അവര് ഒരു പക്ഷേ രക്ഷിക്കപ്പെട്ടവരായിരിക്കും, അവര് സ്നാനപ്പെട്ടവരായിരിക്കും. പക്ഷേല് അവർക്കുള്ള സ്വഭാവം ഇവിടെ കൊടുത്തിരിക്കുന്ന 1, 2, 3, 4 വാക്യങ്ങള് അവിടെ ആ ദുഷ്ടന്മാരെ കുറിച്ച് അല്ലെങ്കിൽ ജഡീയന്മാരുടെ സ്വഭാവത്തെ കുറിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം 6-7 പോയിന്റ് അവിടെ ഉണ്ട്. ജഡീയന്മാരുടെ സ്വഭാവം, ആ സ്വഭാവത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അവിടെ വായിക്കുന്നത് ഈ ദുഷ്ടന്മാരുടെ ദൃഷ്ടിയിൽ ദൈവമില്ല. അപ്പം നമ്മള് രക്ഷിക്കപ്പെടാത്തവരെ കുറിച്ചല്ല ഇപ്പം പറയാൻ ഉദ്ദേശിക്കുന്നത്. രക്ഷിക്കപ്പെടാത്തവരാ ദുഷ്ടന്മാര്. പക്ഷേ ജഡീകന്മാരെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ദൈവസഭയിലുള്ളത് ആ ജഡീകന്മാര്, അവർ രക്ഷിക്കപ്പെട്ടവരൊക്കെ. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് ഈ ജഡീക സ്വഭാവമുള്ളവരുണ്ട്. അവരുടെ മനസ്സെങ്ങനെയാന്ന് ചോദിച്ചാല് അവരുടെ ദൃഷ്ടിയിൽ ദൈവ ഭയമില്ല. അവര് രക്ഷിക്കപ്പെട്ടതായിരിക്കും, പക്ഷേല് അവർക്കൊരു ദൈവമായിട്ടുള്ള ഒരു ഭയമില്ല അവരുടെ ജീവിതത്തില്. രണ്ടാമത് നമ്മൾ കാണുന്ന തന്റെ കുറ്റം തെളിഞ്ഞ് വെറുതായി തീരുകയില്ല എന്നിങ്ങനെ അവർ തന്നോട് തന്നെ മധുരവാക്ക് പറയുന്നു. എന്ന് പറഞ്ഞാല് അവർക്കൊരു കുറ്റബോധം അവരുടെ ജീവിതത്തിൽ ഇല്ല ഈ ജഡീകന്മാർക്ക്. അതേ സ്ഥലത്ത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഞാൻ വരട്ടെ. ദൈവമക്കളായിരിക്കുന്നവർക്കുണ്ടല്ലോ കുറ്റബോധം പെട്ടെന്ന് വരും. യഥാർത്ഥമായിട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ സന്ദർശിതമായിട്ട് സ്വീകരിച്ച് നമ്മുടെ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് നമ്മൾ മുന്നോട്ട് ജീവിക്കുന്നത് നമുക്കുണ്ടല്ലോ. എന്തെങ്കിലും ദൈവവചനത്തിൽ കൂടി ദൈവഭാഗത്തിൽ കൂടി നമ്മൾ പഠിക്കുമ്പോഴ്, ദൈവവചനം വായിക്കുമ്പോഴ്, അല്ലെങ്കിൽ ഒരു ദൈവവചന ശുശ്രൂഷ നമ്മൾ കേൾക്കുമ്പോഴേ അത് എനിക്കുള്ളതാ, അത് എന്നെ പറ്റിയാ പറയുന്നു എന്നുള്ളൊരു കുറ്റബോധം നമുക്ക് വരും. അത് അവിടെ കൊടുത്തിരിക്കുന്നത് തന്റെ കുറ്റം തെളിഞ്ഞ് വെറുപ്പായി തീരുകയില്ലെന്ന് ഈ ജഡികന്മാർക്ക്.
അപ്പൊ നമുക്ക് രക്ഷിക്കപ്പെടാത്തവരെ കുറിച്ച് അവിടെ ചിന്തിക്കേണ്ട കാര്യമില്ല. അവർക്ക് ഇങ്ങനെയുള്ള ഒരു കുറ്റബോധമേ ഇല്ല. രക്ഷിക്കപ്പെട്ട് ദൈവിക സമാധാനം, ദൈവിക സന്തോഷം അനുഭവിക്കുന്നവർക്ക് മാത്രമേ ഒരു കുറ്റബോധം വരുള്ളൂ. എന്തെങ്കിലും തെറ്റുകളിലേക്ക് നമ്മൾ കടന്നുപോയി അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ദൈവവചനം കേൾക്കുമ്പോൾ തന്നെ നമുക്കത് ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്കൊരു കുറ്റബോധം, യഥാർത്ഥമായ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്നവർക്ക് കുറ്റബോധം ഉണ്ടാകും. അപ്പൊ നമ്മൾ തന്നെത്താൻ നമുക്ക് ദൈനംദിനം നമ്മുടെ ജീവിതത്തിലെ ആ മനോഭാവം നമുക്ക് വേണം. പക്ഷേ ഈ ജഡീകന്മാർക്ക് അതില്ലെന്നുള്ളതാണ് ആ വാക്യത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ ഉള്ളത് എന്താ പറയാ, അവരെ തന്നെ മധുരവാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അടുത്ത പോയിന്റ്, അവന്റെ വായിലെ വാക്കുകൾ അകൃത്യവും വഞ്ചനയുമാകുന്നു. അപ്പൊ ഈ ജഡീകന്റെ സ്വഭാവം എന്തുവാ? വഞ്ചനയും അകൃത്യവും അവന്റെ ആ മനസ്സിലിരിക്കുന്നത്. പിന്നെ അർത്ഥം നമ്മൾ വായിക്കുന്നു, ബുദ്ധിമാനായിരിക്കുന്നതും നന്മ ചെയ്യുന്നതും അവൻ വിട്ടുകളഞ്ഞിരിക്കുന്നു. അപ്പം പലപ്പോഴും ഈ ജഡീകന്റെ മനസ്സെന്ന് പറയുന്നത് നന്മ പ്രവൃത്തി ഒന്നും ചെയ്യത്തില്ല. ഇപ്പൊ നമ്മുടെ കൂടെ തന്നെ അങ്ങനെയുള്ളവർ കാണും. അവരുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു ദൈവവചനം ശുശ്രൂഷിക്കുന്നവരെ കുറിച്ചാണെങ്കിലും ആ കുറ്റങ്ങളെ കണ്ടുപിടിക്കാനാണ് വരുന്നത്. അല്ലാതെ അവര് പറയുന്നത് ദൈവികമായ ആശയത്തിൽ അവരെടുക്കത്തില്ല. ഈ ജഡീകന്റെ സ്വഭാവം എന്താ ചോദിച്ചാല്, എന്തോ ഉണ്ടോ അത് എന്താ ഉണ്ടെന്ന് തെറ്റുകൾ ഇങ്ങനെ പൊക്കിയെടുത്ത് കൊണ്ടുവരുന്ന ഒരു മനോഭാവമായി ജഡീകന്റെ സ്വഭാവം എന്ന് നമുക്ക് ആ വാക്യത്തിൽ കൂടി കാണുവാനായിട്ട് സാധിക്കും. അടുത്ത നമ്മൾ വായിക്കുന്നു, അവൻ തന്റെ കിടക്കമേൽ അകൃത്യം ചിന്തിക്കുന്നു. അപ്പൊ ഈ ജഡീകന്റെ സ്വഭാവം എന്താ ചോദിച്ചാല് അവരെപ്പോഴും കുറ്റങ്ങൾ കണ്ടുപിടിക്കും. അവര് കിടക്കാൻ പോകുമ്പോഴും നാളത്തെ പറ്റിയുള്ള ചിന്ത, അല്ലെങ്കിൽ നാളത്തെ മീറ്റിംഗ്, അല്ലെങ്കിൽ നാളത്തെ കൂടുമ്പോഴത്തെ അവരെങ്ങനെ ആയിരിക്കും, ഇവരെങ്ങനെ ആയിരിക്കും, ഇങ്ങനെയുള്ള ചിന്തകൾ അവരെ ഭരിക്കുന്നത്. അവൻ തന്റെ കിടക്കമേ അകൃത്യം ചിന്തിക്കുന്നു. ഒരു നന്മ പ്രവൃത്തിയും ഈ ജഡീകന്റെ മനസ്സിൽ കടന്നു വരത്തില്ല എന്ന് നമ്മളെ അവിടെ വായിക്കുന്നു. പിന്നെ അടുത്ത വായിക്കുന്നു, കൊള്ളരാത്ത വഴിയിൽ അവൻ നിൽക്കുന്നു. അവന്റെ നിൽപ്പും അവന്റെ നോട്ടവും അവന്റെ ചിന്തയും എല്ലാം കൊള്ളരാത്ത വഴിയില ഈ ജഡീകന്റെ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തത് കാണുന്നു, അവരെ ദോഷത്തെ അവരൊട്ടും വെറുക്കത്തില്ല. ദൈവഭയം ഉള്ളവരാണ് ഈ ദോഷത്തെ അവർ വെറുക്കും. അവർക്കൊരു ഭയം ഉണ്ടാകും ദൈവത്തെ ഭയപ്പെടുന്നവർക്ക്. ഇത് ഈ ജഡീക സ്വഭാവം ഉള്ളവർക്ക് ഈ കാര്യങ്ങളൊന്നും ഒരു ഭയവും ഇല്ല. ഇങ്ങനത്തെ ഈ ചിന്തകൾ, അപ്പൊ 7 കൂട്ടം കാര്യങ്ങളാണ് ഇവിടെ, 8 കൂട്ടം കാര്യങ്ങളാണ് ഒരു ജഡീകന്റെ സ്വഭാവത്തെ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അടുത്തത്, ഇനി ജഡീകന്റെ സ്വഭാവ പ്രയോഗം ഞാൻ വിടുകയായിരുന്നു. അടുത്തേക്ക് നമുക്ക് നമ്മുടെ ഉള്ള സമയത്തിൽ നമുക്ക് ഇത് തീർക്കണമല്ലോ. അതുകൊണ്ട് അടുത്ത കാര്യത്തിലേക്ക് കടന്നു വരുന്നു. അടുത്ത നമ്മൾ വായിക്കുന്നു, യഹോവയെ നിന്റെ ദയ. അപ്പം ബലിവനായ ദൈവത്തിന്റെ ആ വലിയ മഹത്വത്തെ വർണ്ണിക്കുന്ന 2 വാക്യങ്ങളാണ് അടുത്ത് നമ്മൾ കാണുന്നത്. അവിടെ എന്താ അറിയാമോ? ദയ, വിശ്വസ്തത, നീതി, 3 കൂട്ടം കാര്യങ്ങൾ അവിടെ കൊടുത്തിരിക്കുക. ദൈവത്തിന്റെ, വലിയവനായ ദൈവത്തിന്റെ ദയ, വിശ്വസ്തത, നീതി, ഇത് 3ഉം എത്രമാത്രം വലുപ്പം ഉണ്ടെന്നുള്ളത് നമുക്ക് എണ്ണിയാലോ നമ്മൾ ചിന്തിച്ചാലോ മനസ്സിലാക്കുവാനോ സാധിക്കത്തില്ല. അവിടെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാ, നിന്റെ ദയ ആകാശത്തോളം എന്ന് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ദൈവത്തിന്റെ ദയ നമ്മളെ ഓരോരുത്തരെയും ദൈവമക്കളാക്കി തീർക്കുവാനായിട്ട് അവന്റെ ദയ എന്ന് പറയുന്നത് ചില്ലറയല്ല, അത് എണ്ണാവുന്നതല്ല. അതിന്റെ വലിപ്പം മനസ്സിലാക്കത്തില്ല. അതിന് ആകാശത്തെയാണ് ഉപമിച്ചിരിക്കുന്നത്. അവിടെ ഉപമിച്ചിരിക്കുന്നു, യഹോവയെ നിന്റെ ദയ ആകാശത്തോളം. അപ്പൊ ആകാശത്തിന്റെ വിസ്തൃതിയോ ആകാശത്തിന്റെ വലിപ്പമോ ഒന്നും നമുക്ക് അത് എണ്ണുവാനോ ഒന്നും ശാസ്ത്രജ്ഞന്മാരൊക്കെ ഇന്നത് കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നോക്കിയാൽ അതിന്റെ വലിപ്പമോ അതിന്റെ ഒന്നും നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കത്തില്ല. അപ്പം ദൈവത്തിന്റെ ദയ, ആ ദയയിലാണ് നമ്മളെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വന്തം രക്തത്താലെ വീണ്ടെടുത്തിരിക്കുന്നത്. ഇന്ന് ദുഃഖവെള്ളിയാഴ്ച എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുമ്പോഴേ നമ്മളെ ദൈവം ആ നിലയിൽ ഈ ദൈവത്തിന്റെ വിലയേറിയ ദയ, മാറ്റമില്ലാത്ത ദയ, അതായത് ആകാശത്തോളം അവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയാമോ? അവന്റെ വിശ്വസ്തത അതുപോലെ തന്നെ മേഘങ്ങളോളം എത്തുന്നതാണ്. മേഘത്തിന് ഒരു കണക്കില്ല. നമുക്ക് ഏതൊരു കാര്യത്തിനും ഭൂമിയിലെ അളവുണ്ട്, അതിന്റെ വലിപ്പമുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ആകാശത്തിന്റെയും മേഘത്തിന്റെയും അവിടെ എടുത്ത് പറഞ്ഞിരിക്കുക, ദയ ആകാശത്തോളവും അവന്റെ വിശ്വസ്തത മേഘങ്ങളോളം. അപ്പൊ അതിനൊന്നും ഒരു അളവില്ലാത്ത വിശ്വസ്തത ഉണ്ടായിരിക്കുന്നത്. അതിനാ ആകാശത്തിന്റെ കണക്ക് അവിടെ കൊടുത്തിരിക്കുന്നത്, മേഘത്തിന്റെ കണക്ക് അവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തത് നമ്മൾ പറയുന്നു, നിന്റെ നീതി ദിവ്യ പർവ്വതങ്ങളെ പോലെ. ഈ 3 പ്രത്യേക കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നീതി പ്രവൃത്തി, ദൈവത്തിന്റെ നീതി പ്രവൃത്തി എന്തുവാ? ദിവ്യ പർവ്വതങ്ങൾ. ഈ പർവ്വതങ്ങൾക്ക് വല്ലതും കണക്കുകളുണ്ടോ? ആ പർവ്വതങ്ങളുടെ നമ്മളെ പർവ്വതത്തെക്കുറിച്ചും
ഈ മേഘങ്ങളെ കുറിച്ചും ആകാശത്തെ കുറിച്ചും ഒക്കെ പഠിക്കാൻ നമുക്ക് അതിന് ഈ ചെറിയ പരിമിതി സമയത്തിനുള്ളിൽ അത് വിസ്തരിക്കാനായിട്ട് എനിക്ക് സമയമില്ല. അവിടെ ഞാൻ അത് പെട്ടെന്ന് ആ വാക്യം അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. നിന്റെ നീതി ദിവ്യപർവ്വതങ്ങളെ പോലെ. അപ്പം ദൈവത്തിന്റെ ആ വലിയ മഹത്വത്തെ വർണ്ണിക്കുന്ന കാര്യങ്ങളാ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്ര വലിയവനായ ദൈവത്തിന്റെ ആ മഹത്വം കൊണ്ടാ നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുത്തിരിക്കുന്നത്. ആ വീണ്ടെടുത്തിരിക്കുന്ന അടുത്ത വാക്യം നമ്മൾ വായിക്കുന്നത് എങ്ങനെ പറയാമോ? യഹോവയെ നീ മനുഷ്യരെയും മൃഗങ്ങളെയും രക്ഷിക്കുന്നു. ദൈവമേ നിന്റെ ദയ എത്ര വലിയത്. കണ്ടോ, ദൈവത്തിന്റെ ദയ. നമ്മളെ ആ ദയ കണ്ടാ നമ്മൾ ഓരോരുത്തരും രക്ഷിക്കപ്പെട്ട് ഇന്ന് ഈ ദൈവസന്നിധിയില് ഈ നിലയിൽ ആയിരിക്കുന്നത്. നമുക്ക് ഓരോ ദിവസവും വിലപ്പെട്ടതാണ്. എല്ലാ ദിവസവും നമുക്ക് അങ്ങനെ ഒരു ദിവസത്തിൽ ഒരു പ്രത്യേകതയില്ല. ദൈവം തന്നെ എല്ലാ ദിവസവും വിലപ്പെട്ടത്. അങ്ങനെ അവിടെ കൊടുത്തിരിക്കുന്നത്. മനുഷ്യപുത്രൻ തന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. ഈ വലിയവനായ ശക്തിയുള്ള ഈ ദൈവത്തില് നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുത്തിരിക്കുന്ന അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തതാണ് എന്റെ പ്രധാനപ്പെട്ടതായ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരുന്നത്. അപ്പൊ ഇവിടെ ജഡീകന്റെ ഒരു സ്വഭാവങ്ങള് നമ്മൾ മനസ്സിലാക്കി, വലിയവനായ ദൈവത്തിന്റെ മഹത്വത്തെ നമ്മൾ അവിടെ മനസ്സിലാക്കി. അതില് ദൈവമക്കള് മനുഷ്യപുത്രന്മാർ തന്റെ ചിറകിന് കീഴിൽ ശരണം പ്രാപിക്കും. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ഈ മഹത്വം നിറഞ്ഞ ദൈവത്തിൽ വിശ്വസിച്ച ദൈവമക്കളായി തീർന്നിരിക്കുന്നതാ. ആ വാക്യം നമ്മളെ അങ്ങനെ കാണിക്കുന്നത്. മനുഷ്യപുത്രന്മാർ തന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. നമുക്ക് ഈ വലിയവനായ ദൈവത്തില് ഈ ദയയും വിശ്വസ്തതയും നീതിയെയും ഇത്രമാത്രം ഉന്നത പദവി ഉള്ളതായ ഈ ദൈവത്തിൽ വിശ്വസിപ്പാനായിട്ട് ദൈവം നമ്മളെ ഇടയാക്കി ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. ഈ കാര്യത്തിൽ നമ്മൾ വളരെ ഭാഗ്യമുള്ളവരാ. നമുക്ക് ഇങ്ങനെയുള്ള ഒരു പദവി നമുക്ക് ദൈവം തന്നു. ഈ ചിറകിൻ കീഴിൽ ശരണം പ്രാപിപ്പാനായിട്ട് സ്വർഗത്തിലെ ദൈവം നമുക്ക് അവസരം തന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെയൊക്കെ കൂടിയിരിക്കുന്നത്. ഇനി അടുത്ത എന്റെ വിഷയത്തിലേക്ക് കടന്നു വരുന്നത്, അവിടെ നമ്മൾ അടുത്ത് വായിക്കുന്നു, നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. ഇവിടെ നിന്റെ ആലയത്തിലെ എന്ന് പറയുമ്പോഴേ, ആലയം എന്ന് പറയുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാം ദേവാലയം അല്ലെങ്കിൽ സഭ, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. ഇതൊക്കെയാ ആലയം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ സഹോദരന്മാരിന്ന് ഓരോ ഭവനങ്ങളിലാണ് നമ്മുടെ വീട്ടിലിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ആത്മാവെന്തുവാ? ആലയമാ. നമ്മൾ ഇത്രയും പേർ ഒന്നിച്ചു കൂടിയിരിക്കുന്നു. നമ്മുടെ ആത്മാവെല്ലാം ഇന്ന് ഒരു വിഷയത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുക. ആലയമായി തീർന്നിരിക്കുക നിന്റെ ആലയം. അപ്പൊ ദൈവമക്കള് നമ്മുടെ ആത്മാവെല്ലാം ഒരു ആലയത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുക. ഇപ്പോഴേ നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. അപ്പൊ എങ്ങനെ ആലയത്തിലെ പുഷ്ടി ഉണ്ടാകുന്നേ? നമ്മളെ ദൈവമക്കളെല്ലാം ഒന്നിച്ചുകൂടി ഒരു ഏകാഗ്ര ചിന്തയില് ഇങ്ങനെ ആയിരിക്കുക. ഇപ്പൊ അല്ലെങ്കിൽ നമ്മൾ ചർച്ചിൽ കൂടുക, അല്ലെങ്കിൽ സഹോദരിമാരും നമ്മൾ ചർച്ചിൽ കൂടുന്നു, സഹോദരിമാരുടെ പ്രയർ മീറ്റിങ്ങിനൊക്കെ നമ്മൾ അവിടെ ഒന്നിച്ചു കൂടുന്നു. അപ്പൊ അത് ആലയത്തിൽ കൂടുന്നു. ആലയത്തിലെ പുഷ്ടി, എങ്ങനെ ഈ പുഷ്ടി വരുന്നത്? പുഷ്ടി എന്ന് പറയുമ്പോ ഇത് തന്നെ. ഇന്നിപ്പോ നല്ല മനോഹരമായ 2 പാട്ട് പാടി റൂമില്, നമുക്കെല്ലാം സന്തോഷിപ്പിക്കുന്ന 2 പാട്ട് പാടി. അപ്പൊ ആ ആലയത്തിലെ ഒരു പുഷ്ടിയാണ്. ആ പാട്ടെല്ലാം കേട്ട് നമ്മളെല്ലാവരും ആനന്ദിച്ചു. അത് കഴിഞ്ഞ് ദൈവവചനത്തിൽ നിന്നുള്ള ശുശ്രൂഷയാണ്. ആ വചന ശുശ്രൂഷ നമ്മൾ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്കുള്ളതാണെന്ന് ഞാൻ തന്നെ ചിന്തിക്കണം. എന്നെ പറ്റിയാ പറയുന്നത്, എനിക്ക് അതിനകത്തൊരു കുറ്റബോധം വരണം. അല്ലാതെ ഈ ജഡീകന്റെ സ്വഭാവം അല്ല വരണ്ടേ. നമ്മൾ ഒരു വചന ശുശ്രൂഷ അടക്ക് കേൾക്കുമ്പോഴേ അത് അത് ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ ഇത് ചെയ്തത് ശരിയായില്ല, അങ്ങനെയല്ല വേണ്ടത്. അത് ജഡീകന്റെ സ്വഭാവമാണ്. ജഡീകനല്ലാത്ത മനുഷ്യപുത്രന്മാരുടെ സ്വഭാവം അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. മനുഷ്യപുത്രന്മാർ നിന്റെ ചെറിയ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. അപ്പൊ മനുഷ്യപുത്രന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഈ ആലയത്തിൽ നടക്കുന്നതായ ഓരോ ആത്മ ശുശ്രൂഷകളും അത് പുഷ്ടിയുള്ളതാക്കി തീർക്കും. നമ്മൾ ഓരോരുത്തരും അത് പുഷ്ടിയുള്ളതാക്കി തീർക്കുന്നു. ഒന്ന് ചിന്തിച്ചേ. നമ്മൾ അത് വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്ത് വളരെ പാട്ട് പാടുന്നതിൽ ആനന്ദിക്കുന്നു, വചന ശുശ്രൂഷ ആനന്ദിക്കുന്നു. നമ്മൾ ഇനി അടുത്തത് പ്രാർത്ഥിക്കാനുള്ള വിഷയങ്ങൾ നമ്മൾ ഷെയർ ചെയ്തിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പം ഇതാ ആലയത്തിലെ പുഷ്ടി എന്ന് പറയുന്നത്. ഒരാലയത്തിലെ പുഷ്ടി അതാ. ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഈ ആത്മീയ ശുശ്രൂഷ അനുഭവിച്ച് പുഷ്ടി പ്രാപിക്കണം അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോഴേ പുഷ്ടി പ്രാപിക്കുക എന്ന് പറയുമ്പോഴേ നമ്മളിപ്പോ ഒരു വിവാഹ ശുശ്രൂഷയ്ക്ക് പോയി സദ്യ വിവാഹത്തിന് പോകുന്ന എല്ലാവരും ഏറ്റവും നല്ല സദ്യ കഴിക്കാൻ വേണ്ടിയാ. അപ്പൊ ആ സദ്യ നമ്മൾ ആസ്വദിച്ച് കഴിക്കും ഇല്ലേ? നമുക്ക് ഇഷ്ടമുള്ളത്. വെജിറ്റേറിയൻ വേണ്ടിയവർക്ക് വെജിറ്റേറിയനെ, അല്ലാത്തത് വേണ്ടിയവർക്ക് ബിരിയാണി വേണ്ടിയവർക്ക്. അപ്പൊ അവരവരുടെ ഇഷ്ടത്തിന് യോജിച്ച രീതിയിൽ നമ്മളത് ഭക്ഷിച്ച് നമ്മൾ തൃപ്തി പ്രാപിക്കുന്നു അല്ലേ?
നമുക്ക് ഓരോരുത്തർക്കും അത് അങ്ങനെ ആ തൃപ്തി അവിടെ ഇവിടെ ദൈവവചനത്തിലെ ആഹാരം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ആലയത്തിലെ നമ്മൾ ദൈവമക്കൾ കൂടുന്നപ്പോഴത്തെ അവിടെ ആ ആലയത്തിലെ പുഷ്ടി അനുഭവിച്ച് നമ്മൾ ഓരോരുത്തരും ഉണ്ടല്ലോ, അത് അനുഭവിച്ച് നമ്മൾ തൃപ്തി പ്രാപിക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ നമ്മളൊരു പാർട്ടിക്ക് പോയി, വിവാഹ ശുശ്രൂഷയിൽ പോയി ആ വിവാഹം ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ നമ്മൾ കേൾക്കുന്ന ദൈവവചനം നമ്മൾ ഓരോരുത്തരും അത് ഭക്ഷിച്ച് നമ്മൾ വളരെ നമുക്ക് ആഹാരം, നമ്മുടെ ആത്മീയ ആഹാരമാണ് തരുന്നത്. ആ ആത്മീയ ആഹാരം നമ്മൾ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കണം. അല്ലാതെ അനുഭവിച്ച് നമ്മൾ തൃപ്തി പ്രാപിക്കണം. നമ്മൾ ആഹാരം കഴിക്കുന്നതൊക്കെ വളരെ വളരെ ആസ്വദിച്ചല്ല കഴിക്കുന്നത്. അതുപോലെ ദൈവവചന ശുശ്രൂഷകളും നമ്മളെ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കണം. അവിടെ ആ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്ത് നമ്മൾ വായിക്കുന്നത്, നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. ഈ ആനന്ദ നദി എന്തുവാ? ജീവജലത്തിന്റെ ഉറവയാകുന്ന ക്രിസ്തുവിൽ നിന്നും നിരന്തരം ജീവജലം പാനം ചെയ്ത് നമ്മുടെ ആത്മീയ ആഹാരം, അത് ആത്മീയ ദാഹം നമ്മൾ ശമിപ്പിക്കണം എന്ന് പറയുമ്പോഴേ ദൈവവചനം നമ്മൾ ധ്യാനിക്കണം. ദൈവവചനത്തിൽ നിന്നും വേണ്ടതായ പാനം ശരിയായി അത് പാനം ചെയ്ത് നമ്മൾ അനുഭവിക്കണം. അപ്പം നമുക്ക് ആ ആത്മീയ ദാഹത്തിൽ നിന്ന് ഒരു ശമനം ലഭിക്കും എന്നാണ് ഇവിടെ ഈ സങ്കീർത്തനക്കാരനോട് കൊടുത്തിരിക്കുന്നത്. എങ്ങനെ ഈ ആനന്ദ നദി കുടിപ്പിക്കും എന്ന് ഓർത്താൽ അതാണ് നമ്മൾ വായിച്ചത്. ഈ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെയും ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കണം. ആ തൃപ്തി വരുമ്പം നമ്മൾ ഈ ആനന്ദ നദിയിലും നമ്മൾ കുടിച്ച് നമ്മൾ തൃപ്തിയാകും എന്നുള്ളതാണ് ഈ സങ്കീർത്തനത്തിൽ നിന്നും നമുക്ക് കിട്ടുന്നതായ ഒരു വലിയ പാഠം എന്ന് പറയുന്നത്. അപ്പൊ ഓരോ നമ്മുടെ കൂടിവരവിലുള്ളതായ ഓരോ പുഷ്ടിയുള്ളതാക്കി തീർക്കുന്നു. പറയുന്ന ആള് അങ്ങനെയുള്ളതായിരിക്കണം. വളരെ വളരെ ദൈവാശ്രയത്തിൽ വേണം ദൈവവചനം ശുശ്രൂഷിക്കാനേ. അത് പുഷ്ടിയുള്ളതാക്കുന്ന കേൾക്കുന്ന ഓരോരുത്തരും അനുഭവിച്ച് തൃപ്തി പ്രാപിക്കണം. കേൾക്കുന്ന വചനം എത്രമാത്രം ഉൾക്കൊണ്ടു നമ്മൾ ഓരോരുത്തരും, എനിക്കത് വളരെ സന്തോഷമായിരുന്നു, അല്ലെങ്കിൽ എനിക്കത് അങ്ങനായിരുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ടേസ്റ്റ് അങ്ങനെയാണ് നമ്മൾ അറിയുന്നത്. നമ്മൾ ഭക്ഷണം കഴിച്ച് ഞാൻ ഭക്ഷണം കഴിച്ചാൽ എനിക്ക് ആ ടേസ്റ്റ് വരുന്ന വേറൊരാൾക്കല്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഉണ്ടല്ലോ ഇത് ടേസ്റ്റ് അറിയണം. ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ ദൈവവചനം വായിച്ച് നമ്മൾ വളരെ ആസ്വദിച്ച് അതിന് പുഷ്ടി പ്രാപിക്കണം. എന്നാൽ മാത്രമേ ഈ ജീവജലത്തിന്റെ ഉറവയാകുന്ന ആനന്ദ നദി ക്രിസ്തുവിൽ നിന്നും നിരന്തരം ജീവജലം പാനം ചെയ്ത് നമ്മുടെ ആത്മീയ ദാഹം ശമിപ്പിക്കേണ്ടതാകുന്നു. അതാണ് ആ വാക്യത്തില് കൊടുത്തിരിക്കുന്നതായ ഭാഗം. പിന്നെ അടുത്ത നമ്മൾ വായിക്കുന്നു, നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. ഇതൊക്കെ നമുക്കൊരു പ്രകാശം തരുന്ന കാര്യം. ഇത് നമ്മൾ ഈ വചനം നമുക്ക് ഇരുട്ടത്ത് നമുക്ക് സഞ്ചരിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന് പ്രകാശം ലഭിക്കുന്ന അവിടെ അത് കാണുന്നത്. അടുത്ത നമ്മൾ പെട്ടെന്ന് നമ്മുടെ സമയങ്ങൾ പെട്ടെന്ന് തീരുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകും. പിന്നെ അടുത്ത 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നിന്നെ അറിയുന്നവർക്ക് നിന്റെ ദയയും ഹൃദയപരമാർത്ഥികൾക്ക് നിന്റെ നീതിയും ദീർഘമാക്കണമേ എന്നവിടെ കൊടുത്തിരിക്കുന്നു. അപ്പൊ നീതിമാന്മാർ നമ്മളെയൊക്കെ നീതിമാനാക്കി ഈ ദൈവത്തിന്റെ വിലയേറിയ ദയ കൊണ്ടും വിശ്വസ്തത കൊണ്ടും നീതി കൊണ്ടും നമ്മളെയൊക്കെ നമ്മളെ നീതിമാന്മാരാക്കി. അപ്പൊ നീതിമാനെ ദൈവം അറിയുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവം അവനെയും അറിയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ നീതിക്കും ദയയ്ക്കും അവൻ അർഹനാകുന്നു എന്നുള്ളത് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന, അതായത് അങ്ങനെ ദൈവം അവനെയും അറിയുന്നു, അപ്പോൾ ദൈവത്തിന്റെ നീതിക്കും ദയയ്ക്കും അവൻ അർഹനാകുന്നു. അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ദൈവം കേൾക്കും. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന വേണം നമുക്കിന്ന് കഴിക്കുവാനായിട്ട്. അവിടെ കൊടുത്തിരിക്കുന്നു, നിന്നെ അറിയുന്നവർക്ക് നിന്റെ ദയയും ഹൃദയപരമാർത്ഥികൾക്ക് നിന്റെ ദയയും ദീർഘമാക്കണമേ. അപ്പൊ അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. നമുക്ക് ഇന്ന് അനേക പ്രാർത്ഥന വിഷയങ്ങളുടെ മുൻപാകെ നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഈ ചെറിയ സങ്കീർത്തനം ഈ നിലയില് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ നമുക്ക് പരമേൽപ്പിക്കാം. നമ്മളെ ജഡീക സ്വഭാവം ഉള്ളവരാണോ അതോ നീതി ഉള്ള സ്വഭാവം ഉള്ളവരാണോ, ദൈവപുത്രന്മാര് അങ്ങനെയുള്ള നീതി പ്രവർത്തിച്ച് ദൈവപുത്രന്മാരാണോ എന്നുള്ളത് നമ്മളെ തന്നെ ഒന്ന് ശോധന കഴിക്കാനായിട്ട് ഈ സങ്കീർത്തനത്തിന്റെ ഈ വാക്യങ്ങൾ മുഖാന്തരം നമ്മളെ ഓരോരുത്തരെയും ദൈവം ഇടയാക്കട്ടെ എന്നുള്ളതായ ഈ ചെറിയ ചിന്തയോടുകൂടി ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവത്തെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.